ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു എഡിറ്റർ. സോ പ്രിവ്യൂവിൽ കാണുന്ന പോലെയുള്ള ഒരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ്, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന 3 ലെയേഴ്സ് എങ്ങനെ ചെയ്യാമെന്നാണ് അതുവഴി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അഥവാ വീഡിയോസും ഒരു വീഡിയോ ക്ലിപ്പും പിന്നെ ഒരു PNG ഇമേജ്, നിങ്ങൾ ആ വീഡിയോ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ PNG ഇമേജും ആ ലൈറ്റ് മോഷനിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ സൈസ്, റൊട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 3 ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. 3 ഷേപ്സ് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 3 4 നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ ഒരു ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് തന്നെ മാനുവലി ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ 3 ഷേപ്പ് ആഡ് ചെയ്യുകയാണ്. സോ നമ്മൾ ചില ഭാഗങ്ങളിൽ കുറച്ച് ക്വിക്കായിട്ട് പോകും. സോ അത് റിപ്പീറ്റ് വാല്യൂ വരുമ്പോൾ റിപ്പീറ്റ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ സ്പീഡിൽ പോകുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വിസിബിൾ ഉള്ളത് അത് ആദ്യം മുന്നേ നമ്മൾ PNG ഫ്രണ്ടിലേക്ക് ആക്കുക. അതിനുശേഷം ആ PNGൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള 3 ഷേപ്പും ആ ഒരു കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ ക്ലിപ്പ് എന്ത് ചെയ്യാൻ വിസിബിൾ ആക്കിയതിന് ശേഷം അത് ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് കൊടുന്ന് വെക്കുക, ഏറ്റവും മുകളിലോട്ട് വെക്കുക. അത് വെച്ചതിന് ശേഷം അത് നമ്മുടെ ലെയറിൻ്റെ സൈസാണ് 2 സെക്കൻഡാണ്. അപ്പോൾ അത് വെച്ച് വരെ ഉള്ള ഓരോ ലെയറായിട്ട് ക്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ഷേപ്പ് എന്ത് ചെയ്യുക, ആ സ്പ്ലിറ്റ് ചെയ്തതിന് മുകളിൽ കൊടുന്ന് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ബ്ലെൻഡ് ചെയ്ത് വെക്കുക, മെർജ് ചെയ്യുക. സോ അങ്ങനെ ബാക്കിയുള്ള ഷേപ്പും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക, മെർജ് ചെയ്ത് വെക്കുക. സോ ഏകദേശം കുറച്ച് പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൽ വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ചെറുതായിട്ടൊരു കോൺട്രാസ്റ്റ് കൂട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ കളർ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഉണ്ടാവും. സോ അതിൽ കോൺട്രാസ്റ്റ് എടുത്തിട്ട് എല്ലാ ലെയേഴ്സും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എഫക്റ്റ് അപ്ലൈ, അതല്ലെങ്കിൽ ആ എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള 3 ലെയേഴ്സിലും കൂടി കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഷേപ്പിന് ഒരു ആനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ ആനിമേഷൻ സിമ്പിളായിട്ടുള്ളൊരു ആനിമേഷനാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ഗ്രാഫും കൊടുക്കുന്നുണ്ട്. സോ വീഡിയോ കാണുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു ആനിമേഷൻ കിട്ടും. അതിലെന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മോഷൻ ബ്ലറാണ്. അപ്പോൾ 3 ഷേപ്പിന് മോഷൻ ബ്ലർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആനിമേഷൻ്റെ ആ ടൈമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോഷൻ ബ്ലർ കൊടുക്കുന്നത്. അപ്പോൾ 3നും അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിനൊരു ഗ്ലോ എഫക്റ്റ് ആണ്. സോ ഗ്ലോ എഫക്റ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്തതിനനുസരിച്ചിട്ട് ബാക്കി എഫക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഗ്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് അത് ഓൾറെഡി അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ വെഹിക്കിളിൻ്റെ കളറ്, വെഹിക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ അത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്ത് കണ്ട് റെഡിയാക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. സോ ഇവിടെ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു കുറച്ച് ബോറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
സോ ഒന്നും കൂടി ഇതിൻ്റെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒരു ഡിഫറൻസ് വരും. സോ അതും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാണ്ടാവും. ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആഡ് ചെയ്യുകയാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ആ ഒരു ഗ്ലോ വീണ്ടും ഒരു ബോറായി തോന്നും. സോ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നമ്മുടെ എഫക്റ്റ് കയറിയിട്ട് ആ ഡ്രീം ഗ്ലോ എഫക്റ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, സോഫ്റ്റ് ഗ്ലോ എഫക്റ്റ് കയറിയിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു സ്പിൻ എഫക്റ്റ് കൊടുക്കുകയാണ്, അഥവാ ഒരു മൂവിങ് ആനിമേഷന് വേണ്ടിയിട്ട് ഒരു സ്പിൻ എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രിസെറ്റാണ് 180 ഡിഗ്രി സ്പിന്ന്. സോ അതാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് കസ്റ്റമൈസേഷൻ വരുത്തിയതിന് ശേഷം ഉള്ളൊരു സെക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ കുറച്ച് ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറിൻ്റെ ആ ഗ്ലോ ആണ് ബോറായിട്ട് വരുന്നത്. സോ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഒരു ഇത് വരും. അതിൽ ബ്രൈറ്റ്നസ് പിന്നെ ഔട്ടർ ഗ്ലോ മാക്സിമം ആണ് കിടക്കുന്നത്. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. അതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യാം, ഡാർക്ക് കളറിൽ കളർ ബേൺ അല്ല ലീനിയർ ബേൺ കൊടുക്കുക. അപ്പോൾ ഒരു ഡാർക്ക് ലെവൽ എഫക്റ്റ് കിട്ടും. സോ നമ്മൾ ഒബ്ജക്റ്റ് എടുത്ത് കാണുകയും ചെയ്യും, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കുഴപ്പമില്ലാത്ത ലെവലിൽ നമുക്ക് എടുത്ത് കാണാനും പറ്റും. അതുപോലെ ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷേപ്സിൻ്റെ സൈസ് ഇത് വേണ്ടതിലും കൂട്ടണമെന്നുണ്ടെങ്കിൽ അതും കസ്റ്റമൈസ് ചെയ്തിട്ട് അതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിലുള്ള കുറച്ച് കസ്റ്റമൈസേഷൻ ബേസ്ഡ് ഓൺ ദ വീഡിയോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.